ക്വാമി പെപ്രയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക. ലൈക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്കൊന്ന് മാക്സിമം എത്തിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. നമുക്കറിയാം ക്വാമി പെപ്രയുടെ കാര്യം സ്റ്റിൽ ഒരു സംശയം തന്നെയാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, അതായത് ക്വാമി പെപ്ര ഈ ഒരു ഡ്യൂറൻ കപ്പിൽ മികച്ച രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു ഡ്യൂറൻ കപ്പിൻ്റെ ഫൈനൽ വരെ ടീമിനെ എത്തിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചാൽ, കുറഞ്ഞത് 7 അതിൽ കൂടുതൽ ഗോളുകളൊക്കെ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എന്തായാലും ചെറിയ ടീമിനോട് കളിക്കുന്ന പെർഫോമൻസ് മാത്രമല്ല, അദ്ദേഹം ഇനി വരാൻ പോകുന്ന കളിയിൽ പഞ്ചാബ് എഫ്സിക്കെതിരെ എങ്ങനെ കളിക്കുന്നു, അതില്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ ചിലപ്പോൾ മറ്റു ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ കളിക്കുന്നു ടോപ്പ് ടീംസുമായിട്ട്, അതൊക്കെ നോക്കിയായിരിക്കാം അദ്ദേഹം ഇവിടെ തുടരണോ വേണ്ടായോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതയെന്ന് പറയുന്നത്. സോ എന്തായാലും വളരെ ക്രൂഷ്യലാണ്. അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചാൽ ഇവിടെ തന്നെ തുടരുമെന്നാണ് കേട്ടത്. ഞാൻ പഞ്ചാബ് എഫ്സിയുടെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പഞ്ചാബ് എഫ് സി ഓൾറെഡി നമുക്കറിയാം അവർ എന്താ പറയുക 2 പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കഴിഞ്ഞു. അവരുടെ സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് ഒരു നോർവീജിയൻ താരവും അത് നമ്മുടെ ലുക്ക മായനും ഉണ്ട്. സോ ഇനിയും ക്വാമി പെപ്രയും കൂടെ അവർ ലോണിലെടുക്കുമോ എന്നുള്ള കാര്യം ഒരു സംശയം തന്നെയാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം, അതായത് ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് തുടരാനാണ് സാധ്യത. അദ്ദേഹം ഡ്യൂറൻ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ